കഴിഞ്ഞ 265 ദിവസമായി ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തി വന്ന സമരം അടുത്ത ദിവസം പിൻവലിക്കുകയാണ്. പ്രധാനമായും ഒരു തുക പോലും ഒരു രൂപ പോലും വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാർ 1000 രൂപയുടെ വർധനവ് ഓണറേറിയത്തിൽ വരുത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് തങ്ങളുടെ വിജയമായി കണ്ടുകൊണ്ട് സമരം അവസാനിപ്പിക്കാനായി അടുത്ത ദിവസം അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി കൂടുതൽ വിവരങ്ങൾ നമുക്ക് സമരസമിതിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടുള്ള മിനിയിൽ നിന്നും ചോദിച്ചറിയാം. മാഡം, എന്തു തന്നെയായാലും 265 ദിവസം അതൊരു വലിയ സമര കാഹളമായി അല്ലെങ്കിൽ ഒരു സമരമായി തന്നെ വലിയൊരു സമരമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഏറെ വെല്ലുവിളിയാണ്. അതിനിടയിൽ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉൾപ്പെടെയുള്ളവ വരികയും ചെയ്തു. എന്തു തന്നെയായാലും സമരം വിജയത്തിലേക്ക് അവസാനം എത്തി നിൽക്കുമ്പോൾ എത്രത്തോളം ചാരിതാർത്ഥ്യമാണ്, എന്താണ് ഇക്കാര്യത്തിൽ പറയാൻ? ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം ഫെബ്രുവരി 10-ാം തീയതി സമരമുഖത്തെത്തുമ്പോൾ ഗവൺമെൻറ്റും അവരുടെ ആളുകളും നമ്മളോട് പറഞ്ഞത് ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരല്ല, നിങ്ങളെ നിയമിച്ച കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായി നിങ്ങൾ കേന്ദ്രത്തോട് ആവശ്യപ്പെടണമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട് ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണെന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഡിമാൻഡിൽ ഉറച്ചു നിന്നു. ഇവിടെ സമരം തുടർന്നു. ആ സമരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാൻ നിർബന്ധിതമായി. ഇൻസെൻറ്റീവ് മാത്രമല്ല, വിരമിക്കുന്ന ആശമാർക്ക് അവർക്കൊരു അർഹതപ്പെട്ട ഒരു അംഗീകാരം കൊടുക്കുന്നതിൻ്റെ ഭാഗമായി 50,000 രൂപയുടെ ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. ഇത് ഈ സമരത്തിൻ്റെ മുഖത്ത് വന്നതിന് ശേഷമുണ്ടായ മാറ്റമാണ്. അത് ഞങ്ങളുടെ സമരത്തെ തുടർന്നുണ്ടായതാണ്. അതൊരു വലിയ വിജയം തന്നെയാണ്. പക്ഷേ അത് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് പരിരക്ഷ, പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ, ആശമാർ മരണമടഞ്ഞാൽ അവർക്കുള്ള ആനുകൂല്യങ്ങൾ അടക്കമുള്ള നിരവധി കാര്യങ്ങൾ ആ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ അതേ തുടർന്നും ഞങ്ങൾ സമരം തുടർന്നത് കാരണം ഓണറേറിയം വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഇന്നിപ്പോൾ 1 രൂപ പോലും തരില്ല. ഞങ്ങളുടെ ജില്ലകളിലുള്ള ഞങ്ങളുടെ ആശമാരെ അധിക്ഷേപിക്കുന്നത് 1 രൂപ നിങ്ങളവിടെ നിന്ന് വാങ്ങിയിട്ട് പോയാൽ അത് ഞങ്ങൾ വളരെ വെല്ലുവിളിക്കുന്നു എന്നാണ് ഈ മറ്റ് എതിർകക്ഷിക്കാരായ ആളുകൾ CI2 അടക്കമുള്ള നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ശ്രീ എളമരം കരീം അടക്കം പറഞ്ഞത് ഓണറേറിയം വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെടില്ലെന്നാണ്. ധനകാര്യമന്ത്രി ബാലഗോപാൽ പറഞ്ഞത് ഇവിടെ ഒരു ധനപ്രതിസന്ധിയുമില്ല, പക്ഷേ ആശമാർക്ക് തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ വെല്ലുവിളിയൊക്കെ ഏറ്റുകൊടുത്തുകൊണ്ട് ഞങ്ങൾ നിശ്ചയദാർഢ്യത്തോടുകൂടി സ്ത്രീകൾ നടത്തിയ പോരാട്ടമാണ്. ഇന്ന് അത് 1000 രൂപ എന്ന തുകയ്ക്കും അപ്പുറത്തേക്ക് ഞങ്ങളതിന് കൽപ്പിക്കുന്നത് വലിയ മൂല്യമാണ്. അതിൽ 1000 രൂപ എന്ന് പറഞ്ഞാൽ 33 രൂപ മാത്രമേ വർധന വരുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ മൂല്യം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. 265 ദിവസം നിസ്വരായ സ്ത്രീകൾ ഈ തെരുവിൽ നടത്തിയ പ്രക്ഷോഭമാണ്. ഒരു പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ സൗകര്യമില്ലാത്ത സ്ഥലമാണിത്. സോളാർ സമരം നമുക്കറിയാം. 5 ദിവസം സമരം നടന്നിട്ട് ബാത്റൂമില്ലെന്ന് പറഞ്ഞ്, കക്കൂസില്ലെന്ന് പറഞ്ഞ് സമരം അവസാനിപ്പിച്ച് പോയ നാടാണിത്. അവിടെ സ്ത്രീകൾ വന്ന് തെരുവിൽ വന്ന് 266 ദിവസം സമരം ചെയ്യാമെന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട കാര്യമല്ല. അപ്പം ഞങ്ങൾ കുടുംബത്തിൽ കഴിയുന്ന സ്ത്രീകളെ ഇത്രയും ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിൽ അവർ സ്വമനസാലെ അത് ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രക്ഷോഭം നടക്കുകയും ലോകത്തെ തന്നെ പണിയെടുക്കുന്ന മുഴുവൻ ആളുകൾക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് ഇത് കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത പരിഗണനക്കും അതീതമായി പണിയെടുക്കുന്ന ആളുകൾ ഒരുമിക്കേണ്ടതാണെന്ന ഒരു ബോധ്യപ്പെടലൂടെയാണ് ഇവിടെ ഈ സ്ത്രീകൾ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമരം ഒരു വലിയ വിജയം തന്നെയാണ്. ഇത് വിജയത്തിൻ്റെ തുടക്കം മാത്രമാണ്. ഞങ്ങൾ 21,000 രൂപ ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭം ഞങ്ങൾ തുടരുകയാണ്. അത് ജില്ലകളിൽ, പ്രാദേശിക സ്ഥലങ്ങളിൽ ഒക്കെ ഞങ്ങൾ തുടരും. അടുത്ത ഫെബ്രുവരി 10-ാം തീയതി ഈ കേരളത്തിൻ്റെ സമര ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരിക്കുന്ന ഫെബ്രുവരി 10 ഞങ്ങളുടെ ഒരു സമര ദിനമായി ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്നലെ. അതിലൂടെ ഫെബ്രുവരി 10-ന് ഞങ്ങളൊരു മഹാസമ്മേളനം ഇവിടെ നടത്തും. നാളെ നടക്കുന്ന സമര പ്രതിജ്ഞാ റാലി പ്രതിപക്ഷ നേതാവ് തന്നെ നേരിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിന് കൂടുതൽ വരും. ഞങ്ങളെ പിന്തുണച്ച മുഴുവൻ ആളുകളെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് നാളെ രാവിലെ 11 മണിക്ക് ഇവിടെ ഈ സമരപ്രതിജ്ഞാ റാലി ഉദ്ഘാടനം ചെയ്യും. വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ പാർട്ടികൾ, മതസംഘടനകൾ, സാമൂഹ്യ സംഘടനകൾ, സാംസ്കാരിക പ്രവർത്തകർ, പൊതുസമൂഹം തുടങ്ങി മുഴുവൻ ആളുകളെ ഞങ്ങൾ ഇവിടേക്ക് ക്ഷണിക്കണം. കാരണം ഇത് അവരുടെയും കൂടെ വിജയമാണ്. അവരാണ് ഈ സമരത്തെ സംരക്ഷിച്ചത്. ആ സംരക്ഷിച്ച ഈ സമരം വിജയിച്ചു കാണണമെന്ന 233 രൂപ വേതനം പറ്റുന്ന ആളുകളുടെ കയ്യിൽ നിന്നും ഒരു നേട്ടവും തിരിച്ച് പ്രതീക്ഷിക്കുക. അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ പാവപ്പെട്ട സ്ത്രീകളിൽ നിന്ന് ഒരു നേട്ടവും തിരിച്ച് കിട്ടാനില്ലെന്ന് ഉറപ്പിച്ച് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്നാൽ ഇവരുടെ സമരം വിജയിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ പ്രക്ഷോഭത്തോടൊപ്പം മുഴുവൻ ആളുകളും നാളെ ഇവിടെ എത്തിച്ചേരാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിനെയാണ് സമരം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു. സെക്രട്ടേറിയറ്റ് നടയിൽ നിന്നും ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് സമരം വ്യാപിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ തങ്ങളുടെ മുദ്രാവാക്യം, തങ്ങളുടെ ആവശ്യത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോകുന്നില്ല. 21,000 രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കണം. അത് വർദ്ധിപ്പിക്കുന്നത് വരെ ശക്തമായ പ്രതിഷേധം ജില്ലാ കേന്ദ്രങ്ങളിലൂടെ തുടരാനാണ് ഇപ്പോൾ ആശാ വർക്കർമാർ തീരുമാനിച്ചിരിക്കുന്നത്. 1000 രൂപയെങ്കിൽ 1000 രൂപയുടെ വർധന അത് തങ്ങളുടെ സമരത്തിൻ്റെ വിജയമായി കണ്ടുകൊണ്ടാണ് അവർ സമരം ഇപ്പോൾ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്.
ആവശ്യപ്പെട്ടിട്ടുള്ളത്. ക്യാമറാമാൻ രാജേഷ് രാവലോടിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.